ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. ഈ നാട്ടിലെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും അല്ല ഇതിന് വിഷയം. ഈ നാട്ടിലെ സോക്കോൾഡ് ജിഹാദികൾക്ക് ഈ നാട്ടിനെ രണ്ടാക്കി മുറിച്ച് കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. നമ്മുടെ ഭാരതം മതേതര രാജ്യമാണ്, മതേതര രാജ്യം. അല്ലാതെ ദുർഗയിലും ശക്തിയിലും മാത്രമല്ല, ഇവിടെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മനുഷ്യരും ജീവിക്കുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യരും ജീവിക്കുന്നുണ്ട്. ഈ നാട്ടിൽ അവർക്കും ജീവിക്കണം. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. നമ്മുടെ രാജ്യത്ത് 14% വരുന്ന മുസ്ലിങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമൂഹങ്ങളുണ്ട്. അവർക്ക് ഓക്കെ അല്ല, അവർക്ക് ഓക്കെ അല്ല, അവർക്ക് വിഗ്രഹാരാധന ഓക്കെ അല്ല, അവർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന അവരെ പരിഗണിക്കണ്ടേ, അവരെ പരിഗണിക്കണ്ടേ നിങ്ങളുടെ സർക്കാർ? അവരുടെ എന്തുകൊണ്ടാണ് അവരെ കാണാതെ പോകുന്നത്? നാളെ അവരോട് നിങ്ങൾ നിർബന്ധമായി ഇത് പാടണമെന്ന് പറഞ്ഞാൽ എന്ത് അവർ ചെയ്യണം? വേലവയ്പാ, നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? 1905 ബംഗാൾ വിഭജന കാലത്ത് ഇല്ലാതിരുന്ന എന്ത് ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് ആണ് 1905 കഴിഞ്ഞിട്ടല്ലേ 35? അന്ന് ഇതുപോലെയുള്ള താങ്കളുടെ ദേശീയ നേതാക്കൾ അടക്കം ആദരിക്കുന്ന നേതാക്കൾ എടുത്ത നിലപാട്, അല്ലെങ്കിൽ നെഹ്റു ഒറ്റയ്ക്കെടുത്ത നിലപാടാണോ? അല്ലല്ലോ, ഞാൻ നെഹ്റു ഒറ്റയ്ക്കെടുത്ത നിലപാടാണ്. ഞാൻ ആര്യോട് അങ്ങോട്ട് ചോദിക്കട്ടെ, അപ്പൊ 1945 എന്തിനാണ് നമ്മുടെ രാജ്യത്തെ രണ്ടായി വിഭജിച്ചത്? അവരെന്ത് പറഞ്ഞിട്ടാണ് ഈ രാജ്യത്തെ രണ്ടായി മുറിച്ചത്? അധികാരത്തിന്റെ പേരിലാണെങ്കിൽ പോലും പിന്നീട് മതം പറഞ്ഞല്ലേ ഇതിന് രണ്ടായി മുറിച്ചത്. അവിടെ ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലമായി ഹിന്ദുസ്ഥാനവും ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനവും വേണമെന്ന് പറഞ്ഞല്ലേ വാദിച്ച് രണ്ടാക്കിയത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇന്നും ഈ നാട്ടിലും നമ്മൾ വിഭജിക്കപ്പെട്ട ഈ നാട്ടിലും ഒന്നായിരുന്ന നമ്മുടെ ഭാരതത്തെ രണ്ടാക്കി മാറ്റിയിട്ടും ഇന്നും ചില ആളുകൾ ആഗ്രഹിക്കുന്ന എന്തായാലും ബി ജെ പി അല്ല, എന്തായാലും ബി ജെ പി അല്ല, RSS അല്ല, എന്തായാലും ബി ജെ പി നീ ഒന്നും പണയണ്ട. നമ്മുടെ രാജ്യത്ത് 14% വരുന്ന മുസ്ലിങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമൂഹങ്ങളുണ്ട്. അവർക്ക് ഓക്കെ അല്ല, അവർക്ക് ഓക്കെ അല്ല, അവർക്ക് വിഗ്രഹാരാധന ഓക്കെ അല്ല, അവർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന അവരെ പരിഗണിക്കണ്ടേ, അവരെ പരിഗണിക്കണ്ടേ നിങ്ങളുടെ സർക്കാർ? അവരുടെ എന്തുകൊണ്ടാണ് അവരെ കാണാതെ പോകുന്നത്? നാളെ അവരോട് നിങ്ങൾ നിർബന്ധമായി ഇത് പാടണമെന്ന് പറഞ്ഞാൽ എന്ത് അവർ ചെയ്യണം? നമ്മുടെ മുറ്റത്ത് മുല്ലക്ക് മണമില്ല, എന്താണെന്നറിയില്ല. ഞാൻ താങ്കളോട് രണ്ട് കാര്യങ്ങൾ, താങ്കൾ ഇപ്പൊ പറഞ്ഞതിലെ വസ്തുതാവിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ ഗാനം എഴുതുമ്പോൾ RSS എന്ന് പറയുന്ന സംഘടന രൂപീകൃതമല്ല. ഈ ഗാനം ഔദ്യോഗിക ഗാനമാക്കുമ്പോൾ മാത്രമാണ് RSS എന്ന് പറയുന്ന സംഘടന. 1925 RSS രൂപീകൃതമാകുന്നത്. 1870 ഈ ഗാനം ഉണ്ടാവുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് RSSന്റെ ഗാനമാകുന്നത്? ഒന്ന്, ഞാൻ അങ്ങനെ ഒരു ആരോപണം പറഞ്ഞിട്ടില്ല. ജിൻഡോ പറഞ്ഞത് എന്താ? RSSന്റെ അജണ്ടയാണ് വന്ദേ മാതരം പൂർണ്ണമായി പാടണം എന്ന് പറയുന്നത്. RSSന്റെ അജണ്ടയാണ്. RSS രൂപീകൃതമാകുന്നതിന് മുൻപ്, RSS എന്ന് പറയുന്ന ആശയം വരുന്നതിന് മുൻപ് ഉള്ള ഒരു ഗീതമാണ് വന്ദേ മാതരം എന്നുള്ളതാണ്. 1870 എന്തായാലും RSS ഇല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുകയാണ് ഇവിടെ വന്ദേ മാതരം പൂർണ്ണമായി പാടുന്നത് എന്തോ അക്ഷന്തവ്യമായ തെറ്റാണ്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു, 1905 ഇല്ലാതിരുന്ന എന്ത് കമ്മ്യൂണൽ ഇഷ്യൂ ആണ് ഇന്നുള്ളത്? എന്ത് കമ്മ്യൂണൽ ഇഷ്യൂ ആണ് 1930 ഉണ്ടായത്? 1905 ഇല്ലാതിരുന്ന എന്ത് കമ്മ്യൂണൽ ഇഷ്യൂ ആണ് 1930? ഇനി അത് കഴിഞ്ഞ് ഇന്ത്യ രണ്ടായി വിഭജിച്ചു. ആരാ വിഭജിച്ചത്? BJP ആണോ RSS ആണോ എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, ഞങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരൻ, ഞങ്ങളേക്കാം. പക്ഷെ RSSും BJPക്കും ഒരു പങ്കുമില്ലാത്ത ആ വിഭജന കാലത്ത്, ആ വിഭജിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞത് മതം പറഞ്ഞും നിങ്ങളുടെ അധികാരം ഉറപ്പിക്കാനും അല്ലേ വിഭജിച്ചത്? ഞാൻ ആര്യയുടെ എന്നല്ല, ഈ പൊളിറ്റിക്കൽ അധികാരം ഉറപ്പിക്കാനും പൊളിറ്റിക്കലി ഇതിനെ രണ്ടാക്കി നിർത്തിക്കൊണ്ടല്ലേ വിഭജിച്ചത്.